എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു. കുറച്ച് നാളായല്ലോ നമ്മൾ കണ്ടിട്ട്, കുറച്ച് തിരക്കിലെല്ലായി. പിന്നെ വലിയ കണ്ടന്റൊന്നും ഉണ്ടായിരുന്നില്ല ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് പുറത്ത് എവിടെയും പോകാനും പറ്റിയില്ല. അപ്പം ഇന്നൊന്ന് പുറത്തിറങ്ങാം കേട്ടോ. ഇന്ന് 2-3 സ്ഥലത്തെല്ലാം പോകാനുണ്ട്. അപ്പോൾ വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ നേരെ മെട്രോ സ്റ്റേഷനിലേക്കാട്ടോ പോകുന്നത്. മഴയുള്ള സമയത്തെല്ലാം മിക്കപ്പോഴും മെട്രോയിലാണ് പോവാറ്. ബസ്സിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മഴ കൊണ്ട് ആകെ നാശകോശമാവും. അല്ലെങ്കിൽ റോട്ടിൽ ചെറിയ വെള്ളമൊക്കെ ഉണ്ട്, ചെറുതായിട്ടേ ഉള്ളൂ. വൈറ്റിലിൽ അങ്ങനെ വെള്ളം പൊതുവേ കയറിയിട്ടില്ല. പിന്നെ അധികം മഴയും ഇവിടെ എറണാകുളത്ത് ഈ ഒരു സൈഡിൽ അധികമായിട്ട് പെയ്തിട്ടുമില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ സ്റ്റേഷനിലെത്തി, മെട്രോ സ്റ്റേഷനിലെത്തിയിട്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ലീവുള്ള ദിവസമായതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ ഇത്രയും തിരക്കുള്ള സമയത്ത് ഏറ്റവും ബാക്ക് സൈഡിലെ മെട്രോയിൽ ഏറ്റവും ബാക്ക് സൈഡിലെ ബോഗിയിലാണ് പോയി. അവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രണ്ടിലും ബാക്കിലും ഭയങ്കര കുറവായിരിക്കും, നടുക്കൊക്കെ ആയിരിക്കും ഭയങ്കര തിരക്ക്. അങ്ങനെ ഇതാ മഹാരാജാസിൻ്റെ ആ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നേരെ സെൻട്രൽ സ്ക്വയറിലേക്ക് നടന്നു. എപ്പോഴും സെൻട്രൽ സ്ക്വയറിൽ വരുമ്പോൾ മെട്രോയിൽ ഇങ്ങനെ വന്നിട്ട് മഹാരാജാസിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ ചെയ്യാറ്. നേരെ പോകുന്നത് R&Bയിലാണ്. 2-3 ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് R&Bയിൽ വന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഓഫറൊക്കെ ഉണ്ടല്ലോ R&Bയിൽ എപ്പോഴും. അപ്പോൾ നോക്കിയപ്പോഴേക്ക് എപ്പോഴും ഉള്ള പോലെ തന്നെ ഇതാ 50% ഓഫുള്ള സെക്ഷൻസ് ഉണ്ട്, പിന്നെ 30% ഉണ്ട്, പിന്നെ നോർമലായിട്ടുള്ള റേഞ്ചസിലും വരുന്നുണ്ട്. അപ്പം കുറേ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് എല്ലാം കൂടെ നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ സൈസിന് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വേറെ ഈ ഒരു ബ്ലാക്ക് കളറും നല്ല ഭംഗിയുണ്ടായിരുന്നു, അതും എൻ്റെ സൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ 2 കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഈ സൈഡ് ഇങ്ങനെ കവർ ചെയ്യുന്ന ഡ്രസ്സൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം നമ്മൾ ബസ്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നടക്കുമ്പോഴോ ഒന്നും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റേ സ്ലിറ്റ് ഉള്ളതാകുമ്പോൾ ഇച്ചിരിയും കൂടെ കെയർ ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ഇപ്പം നല്ല കാറ്റൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പറന്നു പോകും, നമ്മളടക്കം പറന്നു പോകുന്ന കാറ്റല്ലേ. അപ്പം ഇത് കുറേ മുന്നേ എടുത്ത വീഡിയോ കേട്ടോ. ലേറ്റായി എല്ലാം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി, കുറച്ച് തിരക്കായിപ്പോയി. അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ലേറ്റായത്. വഴിയെ ഞാൻ എന്താ കാര്യമൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഇതാ കുറേയൊക്കെ നോക്കി, എല്ലാം അത്യാവശ്യം റേഞ്ചുള്ള സാധനം തന്നെയാണ്. പക്ഷേ നോക്കി ഏതെടുക്കണം എന്നുള്ള നല്ല കൺഫ്യൂഷനായി. ഞാൻ വിചാരിച്ചൊരു 3 എണ്ണമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പോയത് കേട്ടോ. ചിലത് എനിക്ക് ഇഷ്ടമാവുന്നുമില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കൂടുതലായിട്ടും ഞാൻ ഓഫീസ് വെയറിന് വേണ്ടിയിട്ടാണ് നോക്കിയത്. അപ്പോൾ ഓഫീസിലെല്ലാം പോകുമ്പം നമ്മൾ നോർമലായിട്ടുള്ള ഡ്രസ്സല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വലിയ എന്താ പറയുക, നമ്മൾ പാർട്ടി വെയറിന് പോകുന്നില്ലെങ്കിൽ ഇതുപോലത്തെ ഇങ്ങനെ കടയിൽ ഷോപ്പ് ചെയ്യാൻ വരുമ്പോഴുള്ള ഡ്രസ്സൊന്നും അധികം എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതും കൂടെ നോക്കിയിട്ടാണ് ഡ്രസ്സ് എടുക്കുന്നത്. നോക്കി ഇതൊക്കെ ഇഷ്ടമായി, പക്ഷേ നേരിയതാണ്. ഞാൻ എപ്പോഴും അതിൻ്റെ ക്വാളിറ്റി നോക്കാറുണ്ട്. നമ്മൾ ഇത്രയും പൈസക്ക് വാങ്ങുന്ന സമയത്ത് ആ ഡ്രസ്സിൻ്റെ ക്വാളിറ്റിയും കൂടെ നോക്കണ്ടേ. ഒരു ഓട്ടം ഇട്ടിട്ട് മോശമായി പോകുന്നുള്ളൊരു കാര്യം കൂടെ നോക്കിയിട്ട് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം നോക്കി ഇങ്ങനെ അറ്റം വരെ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. ആക്ച്വലി നമ്മളിപ്പം ഓഫീസിന് എല്ലാം ഫോർമലായിട്ട് അല്ലെങ്കിൽ ഇൻഫോർമലായിട്ടാണെങ്കിൽ ഏത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഈ മഞ്ഞ കണ്ടു, അതും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. ഈ വൈറ്റും ഭയങ്കര ഇഷ്ടമായി. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ കോളർ ഉണ്ടായിരുന്നു ഈ വൈറ്റിന് കേട്ടോ. ചെറിയൊരു കോളർ പോലും എനിക്കിപ്പോൾ തീരെ പറ്റാണ്ടായി, രസമില്ലാത്ത പോലെ എനിക്ക് കോളർ ഡ്രസ്സ് ഇടുമ്പോൾ. ഈ ഒരു കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ആ ഗ്രീനും വൈറ്റും വരുന്നത്. അതും പക്ഷേ എന്താ കോളർ ഉള്ളതുകൊണ്ട് എടുത്തിട്ടില്ല. എനിക്ക് കോളർ ഉള്ളത് ഇപ്പം തീരെ ഇഷ്ടമല്ലാണ്ട് ആയി വരുന്നുണ്ട്. പണ്ടേ ഇഷ്ടമല്ല, ചെറിയൊരു കോളർ പോലും ഇപ്പം തീരെ ഇഷ്ടമല്ലാണ്ട് വരുന്നുണ്ട്. എന്നാലും നല്ല ഭംഗിയുള്ളത് കണ്ട് ഞാൻ എടുക്കാണ്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു ഡ്രസ്സ് കിട്ടി. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേഞ്ചും ആണ്, കാണാൻ നല്ല രസമുണ്ട്, കോളറും ഇല്ല, വലിയ പ്രശ്നവുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് ട്രയൽ ചെയ്തിട്ട് വരാമെന്ന്. അങ്ങനെ കുറച്ച് ഡ്രസ്സ് എടുത്തു കേട്ടോ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഡ്രസ്സ് എടുത്തു. ഇതിട്ടിട്ട് ഇങ്ങനെ എന്താ പറയുക, ടൈറ്റൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഒരു ഫീല് കോളറുള്ളതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഈ നേരത്തെ കണ്ട ഈ ടോപ്പ് എടുത്തു കേട്ടോ. എനിക്ക് കുറച്ചും കൂടെ എല്ലാം ഇട്ട് നോക്കിയപ്പോൾ അതായിരുന്നു ഇഷ്ടമായത്, അത് തന്നെയാണ് പർച്ചേസ് ചെയ്തത്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ പോയത് ബർഗർ കിങ്ങിലാണ്. നമ്മൾ ഫുഡ് കോർട്ടിൽ ബർഗർ കിങ്ങിൽ പോയിട്ട് അവിടെ എപ്പോഴും 2 ബർഗേഴ്സ് നമ്മളെപ്പോഴും ചൂസ് ചെയ്യുന്ന 2 ബർഗേഴ്സ് ഉണ്ട്. അതായത് ഒരു വെജും നോൺ വെജും വാങ്ങുന്ന സമയത്ത് എന്താ വെജിന് 2 എണ്ണം കിട്ടും 79.9,
പിന്നെ നോൺ വെജ് 2 കിട്ടും 99-ൽ. എപ്പോഴും അത് എടുക്കാറുണ്ട് കേട്ടോ ആ ഒരു ഓഫർ. അങ്ങനെ അത് 2 പർച്ചേസ് ചെയ്തു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ 2 കൂടെ. അപ്പം നമുക്ക് ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ അത് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോഴും ഉണ്ട് തോന്നുന്നില്ല ബർഗർ കിങ്സിലും. അങ്ങനെ നമ്മളിവിടെ നേരെ നടന്നത് ബ്രോഡ്വേയിലേക്കാണ്. കുറച്ച് നടക്കാനുള്ള ദൂരമേ, ഷോർട്ട് കട്ടായിട്ട് ബ്രോഡ്വേയിൽ നടക്കാൻ പറ്റും. വലിയ തിരക്ക് പുറമേ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഉള്ളോട്ട് എത്തും തോറും തിരക്ക് കൂടി വരികയല്ലോ. ഇത് നമ്മളെ കാലിക്കറ്റ് ബേക്കറി, നമ്മൾ മിക്കപ്പോഴും അവിടെ വന്നിട്ട് ബേക്കറീസൊക്കെ വാങ്ങുന്ന ഒരു കടയാണ് കേട്ടോ അവിടെ. അങ്ങനെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇതാ അത്യാവശ്യം തിരക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ബ്രോഡ്വേയിൽ. പിന്നെ എനിക്കൊരു ടിഫിൻ നോക്കണമായിരുന്നു. കുറേ നാളെ ഒരു ടിഫിൻ വാങ്ങണം എന്ന് വിചാരിക്കുന്നു. അപ്പം ഒരു പുതിയ ടിഫിൻ അങ്ങ് വാങ്ങി. ഓഫീസിലേക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പുതിയ ടിഫിൻ അങ്ങ് വാങ്ങി. പിന്നെ ഇങ്ങനെ അങ്ങ് നടന്നിട്ട് ഒരു വാച്ചിൻ്റെ കടയിൽ കയറി കേട്ടോ. വാച്ച് റിപ്പയർ ചെയ്യാൻ കയറിയതാണ്. നോക്കി റിപ്പയർ ചെയ്യാമെന്നൊന്ന് ചോദിച്ചു. നല്ലൊരു വാച്ച് കയ്യിലുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ബാറ്ററി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു ചെറിയൊരു വാച്ച് എടുത്തു. അതിനുശേഷം നേരെ പോയത് നമ്മൾ വീട്ടിലേക്ക് പോവുക കേട്ടോ. അങ്ങനെ ബസ് കയറി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ 2-3 സാധനം എക്സ്ട്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വീട്ടിലെത്തിയിട്ടെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. RNB എന്നായിരുന്നു 2-3 സാധനം എക്സ്ട്രാ എടുത്തത്. അത് ആ സമയം വീഡിയോ എടുക്കാൻ വിട്ടു എടുക്കുന്ന തിരക്കിൽ അങ്ങനെ ഇതാ വീട്ടിലെത്തി. വീട്ടിലല്ല, നമ്മൾ ഹബ്ബിലെത്തി. ഹബ്ബിൽ കാലിയായി. ഈ ഒരു സമയം വരുമ്പോഴത്തേക്ക് ഹബ്ബ് ഫുൾ കാലിയായി. ഞായറാഴ്ച എപ്പോഴും ഇങ്ങനെയാണ്, ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഹബ്ബ് ഫുള്ളും കാലിയാവും, ആരുമില്ല. അവിടെ ചേച്ചിമാർ തുടച്ചിട്ട് അതാണ് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എപ്പോഴും തുടച്ചുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നു കേട്ടോ. കുറച്ച് സാധനമെല്ലാം വാങ്ങി RNBന്ന്. കുറച്ച് നിങ്ങൾ കാണിച്ചു തരണം എന്നൊക്കെ വിചാരിച്ചു അവിടുത്തെ കളക്ഷൻ. പക്ഷേ തിരക്കുണ്ട്, അതായത് വേറെ അടുത്തും കൂടെ പോകാനുള്ളതുകൊണ്ട് അങ്ങ് വേഗം ഇറങ്ങിയതാണ് കേട്ടോ. കാണിച്ചു തരാം എന്തൊക്കെ അവിടെ നിന്ന് വാങ്ങിയതെന്ന്. ആദ്യം വാങ്ങിയത് ഒരു പൗച്ചാണ്. ഇത് 5000-ന് വാങ്ങിയ ഒരു പൗച്ച് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഒരു പൗച്ച്, ഇതിന് 249 ആട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. നല്ല രസമുള്ളൊരു പൗച്ചാണ്. നല്ല രസമുള്ളൊരു പൗച്ചാണ്. ഇങ്ങനെ വലിയ സിബ്ബെല്ലായിട്ട്, ഇത് വലിയ സിബ്ബാണ് കണ്ടോ. വലിയ സിബ്ബ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഉള്ളൊരു സ്പഞ്ചുണ്ട്. ഇത്രയും നല്ല സ്പേഷ്യസ് ഉള്ള പൗച്ചാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടും. വലിയ ഇങ്ങനൊരു സിബുള്ള ഒരു പൗച്ച് 249-ൻ്റെ. പിന്നെ വേറൊരു പൗച്ചാണ് വാങ്ങിയത്. ഇതൊരു ബ്ലാക്ക് പൗച്ചാണ്. ഇതിന് 149 ഉള്ളൂ. ഇതിൽ നമുക്ക് ചാർജറും അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചാർജറോ എന്തെങ്കിലും വെക്കാനായിട്ട് നല്ല സ്പേസ് ഉള്ളൊരു പൗച്ചാട്ടോ. ഇങ്ങനെ ഉള്ളിലേക്ക് വരെ എൻ്റെ ഈ കൈ ഇത്രയും ഉള്ളൊരു സ്പേസ് ഉണ്ട്. അതായത് ഉള്ളിലേക്ക് ഇത്രയും ഉള്ളൊരു സ്പേസ് ഉണ്ട്. ഈ ഫുൾ കൈ ഇങ്ങനെ പോകും കണ്ടോ. നല്ല സ്പേഷ്യസ് ആണ്. ഇതിന് 149 ഉള്ളൂ. നല്ല രസമുള്ളൊരു പൗച്ചാട്ടോ. ഒരു കുഞ്ഞ് ബോക്സോടുള്ളൊരു പൗച്ചാണ്. പിന്നെ ഞാൻ വാങ്ങിയത് ഒരു നെയിൽ പോളിഷിൻ്റെ സെറ്റാട്ടോ. ഇതിന് ശരിക്കും 200 രൂപയാണ്, പക്ഷെ എന്തോ ഓഫർ കൊണ്ട് 100 രൂപ 99 രൂപ എന്തോ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓഫർ കൊണ്ട്. അപ്പം കുറേ കളേഴ്സ്, പല കളേഴ്സ് ഉള്ളതുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് കൈക്ക് ചേരുന്നതല്ലേ എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിൽ നിന്ന് അപ്പുറത്തേക്ക് മാറ്റി തരുമോ എന്നൊക്കെ ചോദിച്ചു. കാരണം ചില ഷെയ്ഡ് നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റില്ല. അവർ ഏതാണോ ഷെയ്ഡ് ഇതിൽ വെച്ചേക്കുന്നത് അത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഈ 4 ഷെയ്ഡ് എടുത്ത്. ഒരു ഡാർക്ക് പിങ്കും ഒരു വയലറ്റും പിന്നെ ഒരു എന്താ പറയുക പീച്ച് പോലത്തെ ഒരു കളറും പിന്നെ ഒരു ഗ്ലിറ്ററിങ്ങും ഞാൻ ഇടാറില്ല, പക്ഷെ എന്നാലും ഞാൻ എടുത്തു. ഒരു കുഞ്ഞ് ഇതാണ് RNBൻ്റെ തന്നെ. നല്ല നെയിൽ പോളിഷ് വന്നത് ഞാൻ ഇട്ടേക്കുന്ന ഇത് പക്ഷെ നമ്മൾ മറ്റേ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. നമ്മൾ മിഡാസ് എന്ന് വാങ്ങിച്ചായിരുന്നു. നല്ല നെയിൽ പോളിഷ് ആയിരുന്നു കേട്ടോ. കാണുന്നുണ്ടോ? നല്ല നെയിൽ പോളിഷ് ആയിരുന്നു. ഇതൊന്നും ഇളകുന്നുണ്ടായിരുന്നില്ല. മോശമാണെങ്കിൽ ഈ നഖത്തുനിന്ന് ഇതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോകും. നല്ലതായതുകൊണ്ട് ഞാൻ ഒരു 2 വീക്സോളം ഇട്ടിട്ട് ഒന്ന് കറക്റ്റായിട്ട് നല്ല വൃത്തിക്ക് നിൽക്കുന്നില്ലേ, അടിപൊളിയായിട്ട്. പിന്നെ വാങ്ങിച്ചത് ഒരു ടോപ്പും ലെഗീനാട്ടോ. ഒരു ടോപ്പും ലെഗീനും വാങ്ങിച്ചു. ഒരു വൈറ്റ് ലെഗീൻ വാങ്ങിച്ചു, ആങ്കിൾ ലെങ്ത് ഉള്ളത്. പിന്നെ ഇതാ
ഒരു ടോപ്പ് വാങ്ങിച്ച് 50% അല്ല, ഇതിന് 50% ഒന്നും ചെയ്ത് 500 രൂപേൻ്റെ ഒരു ടോപ്പാണ്. നല്ലൊരു ടോപ്പാണ്, നല്ല ഒരു ലൈറ്റ് ഷെയ്ഡിൽ. എനിക്ക് കളറില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായിട്ട് ഇത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ ഈ ഒരു ടോപ്പ് എടുത്ത് കേട്ടോ. നല്ല ലെങ്ത്ത് ഉണ്ട്, 500 രൂപ ആയാലും നല്ല ലെങ്ത്തി ടോപ്പാണ്. ചില 500 രൂപേൻ്റെ ടോപ്പൊന്നും തീരെ ലെങ്ത്ത് ഉണ്ടാവില്ല, രസം ഉണ്ടാവില്ല. പക്ഷെ ഇത് നല്ല ലെങ്ത്ത് ഉണ്ട്, നമ്മളെ മുട്ടിനെയും കാട്ടും താഴോട്ടുണ്ട്, കാണുന്നുണ്ട് കണ്ടോ, കണ്ടോ മുട്ടിനെയും കാട്ടി താഴോട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അതുകൊണ്ട് ഒരു ടോപ്പ് എടുത്തു. പിന്നെ അവിടെ നിന്ന് എടുത്തത് 2 ചെരുപ്പ് എടുത്ത്. അവിടെ ഒരു 30% ഓഫ് ഉള്ളതുകൊണ്ട് 2 ചെരുപ്പ് എടുത്ത്. ഒരേ ടൈപ്പ് ഒരേതാണ്, പക്ഷെ ഡിസൈൻ മാത്രം വ്യത്യാസം. ഈ ഒരു ചെരുപ്പ് പാർട്ടി വെയറോ അല്ലെങ്കിൽ എന്താ നമുക്ക് നോർമൽ വെയറോ എല്ലാം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ട്. നല്ല രസമില്ല കാണാൻ, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇത് എൻ്റെ കാലിന് കുറച്ചും കൂടെ എന്താ പറയുക, ഫുൾ കുറച്ചൊരു പകുതി വരെയെങ്കിലും കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാ ഒരു ടാൻ്റെ പോലത്തെ ഒരു കളറ്. പിന്നെ അതേ കാറ്റഗറിയിൽ വരുന്ന, പക്ഷെ കളർ ഇച്ചിരി വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിന് വേറൊരു ടാൻ കളറാണ്, അതൊരു ബ്രൗണിഷ് പോലെ. ഇത് ഒരു എന്താ പറയുക ടാൻ പോലെ തന്നെ ഒരു കളർ. അതൊരു നല്ലൊരു ഗോൾഡൻ സ്ട്രാപ്പെല്ലാം ആയിട്ട് നല്ല രസമല്ലേ കാണാൻ വേണ്ടി. ഞാൻ കാലിലിട്ട് കാണിച്ചതാ കേട്ടോ. അപ്പം ഇതിനും അതിനും ഇതിന് എത്ര 200 ചില്ലറ എന്തോ അങ്ങനെ ആയിരുന്നു, 300 രൂപ എന്തോ അങ്ങനെ. ഇതും അതുപോലെ തന്നെ 30% ഓഫ് ഉണ്ടായിരുന്നു. ഇനി ശരിക്കും റേറ്റ് വന്നിട്ട് 700 ആണ്. ഓഫിൽ അങ്ങനെ വാങ്ങിച്ചത്. അങ്ങനെ ഈ 2 ചെരുപ്പും അവിടെ നിന്ന് എടുത്തതാണ്. പിന്നെ ഒരു ടിഫിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ ബ്രോഡ്വേന്ന് എടുത്തതാണ് കേട്ടോ. അത് ബ്രോഡ്വേന്ന് പോയപ്പോൾ അവിടെ നിന്ന് എടുത്തതായിരുന്നു. കുറേ നാളായി നല്ലൊരു ടിഫിൻ വാങ്ങണം എന്ന് വിചാരിക്കുന്നു. പൊട്ടുന്ന ഒരു ടിഫിൻ ഉണ്ടായിരുന്നു കേട്ടോ, അത് മിക്ക വീഡിയോസ് ഞാൻ ഇടാറുണ്ട്. പിന്നെ സ്റ്റീലിൻ്റെ ടിഫിൻ എനിക്കില്ല, എനിക്ക് വേറൊരു മെറ്റീരിയലിൻ്റെ ടിഫിൻ ഉണ്ടായത്. അപ്പം അത് രണ്ടും ഞാൻ വിചാരിച്ചു നമുക്ക് കുറേ നാളായില്ലേ കൊണ്ടുപോകുന്നത്, പുതിയതൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട്. ഇതൊരു ഹോൾസെയിൽ കടയായിരുന്നു ബ്രോഡ്വേയിൽ. കടയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അത് ശരിക്കും ഇതിൻ്റെ ഈ ഒരു ബോക്സിൻ്റെ റേറ്റ് വന്നിട്ട് 318 രൂപയാണ് അത്രയായിരുന്നേ. പക്ഷേ 290 രൂപ അവരെടുത്തുള്ളൂ. 290 280 90 എത്രയോ പൈസ അവരെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 280 90 എത്രയോ പൈസ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം അത് നല്ല എന്താ പറയുക, നല്ല ഷോപ്പല്ല, ഒരു വൃത്തിയുടെ മണമുണ്ട്. പക്ഷെ കഴുകിയാൽ ഇത് സ്റ്റീലും ഈ മൂടി നമ്മളെ എന്താ പറയുക നല്ല പ്ലാസ്റ്റിക് ഇല്ലേ, ഇതിൽ മുഖമെല്ലാം നല്ല ഇതിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് കണ്ടാ നല്ല ക്ലിയർ ഉണ്ട് ഇതിൽ മുഖം. അപ്പം അത്ര പൈസ ആയിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ. നമ്മളിതായി ഇതും മാറ്റി. ഇനി ഞാൻ ചെരുപ്പ് കാലിലിട്ടിട്ട് കാണിച്ചരേ. ഇതാണ് ഒരു ചെരുപ്പ് വന്നിട്ട് ഇതാ ഞാൻ പറഞ്ഞില്ലേ കാലിൻ്റെ ഒരു പകുതി ഭാഗവും കവറാവുന്നുണ്ടെന്ന്. അപ്പം ഈ ഒരു ചെരുപ്പ് ഈ ഒരു കളറാണ് കേട്ടോ. കാലിൽ ഫുൾ കൊതുകടിച്ചിട്ട് കലയും പാടൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയ വൃത്തിയൊന്നുമില്ല, എന്നാലും അല്ല ചെരുപ്പ് ഇട്ടിട്ട് നല്ല രസമുണ്ട്. ഇതെങ്ങനെയാണ് ചെരുപ്പ് വന്നിട്ട് സ്ട്രാപ്പൊന്നുമില്ല. ഇവിടെ ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെ കവർ ചെയ്തിട്ട്. അടുത്തത് വന്നിട്ട് ഇതാ കേട്ടോ. ഇത് കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മറ്റേനെയും കാട്ടിയും കുറച്ചും കൂടെ ഭംഗിയുണ്ട്. ഞാൻ കുറച്ച് വലുതായി പോയി എടുത്തത്. ഞാൻ വിചാരിച്ചു എൻ്റെ മടമ്പ് പുറത്തായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ 41 എടുത്തു. 40 മതിയായിരുന്നു തോന്നുന്നത്. അത് സാരമില്ല, ലൂസായിട്ട് ഇങ്ങനെ ഇടാലോ. അപ്പം ഈ കളർ ഇത് നല്ല സുഖമുണ്ട് ഇട്ടിട്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനും, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു വാച്ചും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഒരു നോർമൽ ഒരു ചെറിയൊരു വാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കെട്ടിയിട്ട് കാണിച്ചിടാം.
ഒരു വാച്ചും വാങ്ങി. എങ്ങനെയുണ്ട്, രസമുണ്ടോ? ഒരു സിൽവർ വാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കണ്ടപ്പോൾ ഇഷ്ടമായി, ഇട്ടിട്ടും ഇഷ്ടമായി. അപ്പോൾ ഇതാ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ചെരുപ്പാട്ടോ. ഈ ചെരുപ്പാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് മറ്റേനെയും കാട്ടിയും മറ്റേത് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഓഫറിൽ കണ്ടപ്പോൾ എടുത്തതേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ചെരുപ്പാണ്. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവർക്കും, അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് ഏത് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എൻ്റെ ഇത് ഞാൻ വാങ്ങിച്ചതിൽ ഏതാ ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതിലേക്കും ഇറ്റ്സ് സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആതിര. ബൈ ബൈ.